നമ്മുടെ വീട് എത്ര വൃത്തിയാക്കി വെച്ചാലും അടുത്ത ദിവസം നോക്കുമ്പോൾ വീണ്ടും പഴയപടിയാവാറുണ്ടോ? എങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നമ്മളിൽ ഭൂരിഭാഗം പേരും നേരിടുന്ന ഒരു പ്രശ്നമാണിത്. വീട് വൃത്തിയാക്കുക എന്നതിലുപരി അത് എപ്പോഴും വൃത്തിയായി നിലനിർത്തുക എന്നതാണ് പ്രധാനം. അതിന് കഠിനാധ്വാനമല്ല, ചില സ്മാർട്ട് ശീലങ്ങളാണ് വേണ്ടത്. നമ്മുടെ വീട് ചെറുതോ വലുതോ പഴയതോ പുതിയതോ ഒക്കെ ആയിക്കോട്ടെ, അതേപോലെ നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങൾ പഴയതും പുതിയതും ഒക്കെ ആയിട്ടുണ്ടാവുമല്ലോ. അതൊക്കെ എങ്ങനെ തന്നെ ആയിരുന്നാലും ദിവസവും മിനിറ്റുകൾ മാത്രം മാറ്റിവെച്ച് എങ്ങനെ വീട് എപ്പോഴും സൂപ്പർ ക്ലീനാക്കി മാറ്റാം, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ഒരു വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണ് സിറ്റ് ഔട്ട്. നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വരുമ്പോൾ ആദ്യം കാണുന്നതും ഈ ഒരു ഭാഗം തന്നെയാണ്. അത് വൃത്തികേടായി കിടന്നാൽ വീടിനകവും വൃത്തിഹീനമായിരിക്കും എന്നൊരു ചിന്ത വരാൻ അത് കാരണമാകും. അതുകൊണ്ട് തന്നെ സിറ്റ് ഔട്ട് എപ്പോഴും ഭംഗിയായും വൃത്തിയായും സൂക്ഷിക്കേണ്ടത് വളരെ പ്രധാനമാണ്. സിറ്റ് ഔട്ടിൽ വലിച്ചുവാരിയിട്ടിരിക്കുന്ന ചെരുപ്പുകൾ സിറ്റ് ഔട്ടിൻ്റെ ഭംഗി കെടുത്തുവാണ് ചെയ്യുന്നത്. ചെരുപ്പൊക്കെ കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് കൃത്യമായി അടുക്കി വയ്ക്കുക. ഷൂറാക്കൊക്കെ ഉണ്ടെങ്കിൽ അതിൽ അടച്ചു വയ്ക്കുക. ഇനി അതില്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വയ്ക്കുക. അങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വന്ന് കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമൊന്നും അലങ്കോലമായി കിടക്കുന്നില്ല, നല്ല ഭംഗിയായിട്ട് കിടക്കുവാണെങ്കിൽ. ഇനി അടുത്ത ശീലം എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിൽ നമ്മളെല്ലാവരും തന്നെ എന്തെങ്കിലുമൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പല സ്ഥലത്ത് വയ്ക്കാറുണ്ട്. ഉദാഹരണമായിട്ട് വണ്ടിയുടെ കീ, അല്ലെങ്കിൽ ബുക്കുകൾ, അല്ലെങ്കിൽ ന്യൂസ് പേപ്പറുകൾ, ഇതൊക്കെ എവിടെയാണോ കാണുന്നത് അവിടെ തന്നെ വെച്ചിട്ട് നമ്മൾ പോകാറുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ എന്ത് സാധനം എവിടെ നിന്നാണോ എടുത്തത് അവിടെ തന്നെ വെക്കാനായിട്ട് ശ്രമിക്കുക. ഓരോ സാധനത്തിനും അതിൻ്റേതായ ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടേക്ക് നമ്മൾ കൈയോടെ തന്നെ വെക്കുകയാണെങ്കിൽ ഈ ഭാഗം നല്ല ക്ലീനായി കിടക്കും. ന്യൂസ് പേപ്പറൊക്കെ ആയാലും വായിച്ചു കഴിഞ്ഞ ശേഷം കൃത്യമായി അത് മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട സ്ഥലമാണ് നമ്മുടെ വീടുകളിലെ ഡൈനിങ് ടേബിള്. പല വീടുകളിലും ഊണുമേശ എല്ലാ സാധനങ്ങളും കൊണ്ട് വയ്ക്കാനുള്ള ഒരു സ്ഥലമായി മാറാറുണ്ട്. പത്രങ്ങൾ, കുട്ടികളുടെ പുസ്തകങ്ങൾ, മരുന്നുകൾ, ഇവയെല്ലാം മേശപ്പുറത്ത് കൊണ്ടുവയ്ക്കുന്ന ശീലം പലർക്കുമുണ്ട്. ഇത് മേശയുടെ ഭംഗി കെടുത്തുമെന്ന് മാത്രമല്ല, ഭക്ഷണം കഴിക്കാൻ സ്ഥലം ഇല്ലാതാവുകയും ചെയ്യും. ഭക്ഷണം കഴിഞ്ഞ് എഴുന്നേറ്റ് ഉടൻ തന്നെ ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ചു മേശ തുടയ്ക്കുക. കറകൾ ഉണങ്ങിപ്പിടിച്ചാൽ പിന്നീട് കളയാൻ പാടാണ്. ഈ ഭാഗം മാക്സിമം ക്ലീൻ ആക്കിയിടുക. ഇനി നമ്മുടെ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് അടുക്കള. അടുക്കള വീടിൻ്റെ ഐശ്വര്യവും കുടുംബത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ കേന്ദ്രവുമാണ്. അതുകൊണ്ട് തന്നെ അടുക്കള എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് അടുക്കളയിലെ കൗണ്ടർ ടോപ്പുകളൊക്കെ നല്ല ക്ലീൻ ആയിട്ട് വയ്ക്കുകയാണെങ്കിൽ അടുക്കളയുടെ ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു മൂഡൊക്കെ തോന്നും. എനിക്ക് തോന്നുന്നത് നമ്മുടെ വീട്ടിൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഏറ്റവും മോശമായി കിടക്കാൻ സാധ്യതയുള്ളതും അടുക്കള തന്നെയാണ്. അപ്പോൾ നമ്മുടെ കിച്ചൺ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് വയ്ക്കുക. ഭക്ഷണാവശിഷ്ടങ്ങൾ കൗണ്ടറിലോ സിങ്കിലോ കിടന്നാൽ വണ്ടുകൾ, പാറ്റകൾ, എലികൾ, ഉറുമ്പുകൾ എന്നിവയൊക്കെ പെരുകും. അടുക്കള എപ്പോഴും ഡ്രൈ ആയി ക്ലീൻ ചെയ്തു വെച്ചാൽ ഇവയൊക്കെ ഒരു പരിധിവരെ ഒഴിവാക്കാം. രാവിലെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് വരുമ്പോൾ എല്ലാം വൃത്തിയായി കിടക്കുന്നത് കാണുന്നത് തന്നെ മനസ്സിന് വലിയൊരു സന്തോഷവും പോസിറ്റീവ് എനർജിയും നൽകും. നമ്മൾ അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞാൽ ഉടൻ തന്നെ, പാചകം ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അപ്പോഴപ്പോഴുള്ള പാത്രങ്ങൾ കഴുകി വെക്കുകയും കൗണ്ടർ ടോപ്പ് തുടച്ചിടുകയും ചെയ്താൽ പിന്നീട് വലിയ രീതിയിൽ കഷ്ടപ്പെട്ട് അടുക്കള വൃത്തിയാക്കേണ്ടി വരില്ല. ഇനി വൃത്തിയുള്ള വീടിന് വേണ്ട അടുത്ത ശീലം എന്ന് പറയുന്നത് നല്ല വൃത്തിയുള്ള ഒരു സ്റ്റൗ ആണ്. നമ്മൾ പെട്ടെന്ന് വീട്ടിലേക്കൊക്കെ വന്ന് കയറുമ്പോൾ, അല്ലെങ്കിൽ രാവിലെ എണീറ്റ് വരുമ്പോഴൊക്കെ നമ്മുടെ സ്റ്റൗവിൽ ആകെ ചായ തിളച്ച് വീണതോ, അല്ലെങ്കിൽ കഞ്ഞി തിളച്ച് വീണതോ, കടുക് പൊട്ടിച്ചതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളൊക്കെ സ്റ്റൗവിൽ അങ്ങനെ കിടക്കുവാണെങ്കിൽ നമുക്ക് ആകെ ഒരു മടുപ്പ് തോന്നും. അതേസമയം സ്റ്റൗ നല്ല ക്ലീൻ ആയിട്ടിരിക്കുവാണെങ്കിൽ നല്ല പോസിറ്റീവ് എനർജി ആയിരിക്കും. അപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പും ഗ്യാസ് സ്റ്റൗവും ഒക്കെ മാക്സിമം നല്ല ക്ലീൻ ആക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതായി നമ്മൾ അലക്കിയ തുണികൾ മടക്കി വയ്ക്കാതെ കസേരയിലോ കട്ടിലിലോ ഒക്കെ കൂട്ടിയിടുന്നത് പല വീടുകളിലും കാണാറുള്ള ഒരു ശീലമാണ്.
നമ്മളുണ്ടല്ലോ വീട് എത്രയൊക്കെ വൃത്തിയാക്കിയിട്ടാലും ഒരു വശത്ത് തുണികൾ മല പോലെ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടാൽ വീടാകെ അലങ്കോലമായി കിടക്കുകയാണെന്നേ തോന്നൂ. അതുകൂടാതെ പെട്ടെന്ന് നമുക്ക് പുറത്തേക്ക് പോവേണ്ടി വരുമ്പോൾ നമുക്കൊരു വസ്ത്രം തിരയുമ്പോൾ ഈ കൂട്ടത്തിൽ നിന്ന് തിരിഞ്ഞു കണ്ടുപിടിക്കാനായിട്ടും സമയമെടുക്കും. വസ്ത്രങ്ങൾ കൃത്യമായി മടക്കി വെച്ചാൽ ആവശ്യമുള്ളത് പെട്ടെന്ന് എടുക്കാം. അതേപോലെ തുണികൾ അലക്കി കഴിഞ്ഞാൽ ഉടൻ മടക്കി വെച്ചില്ലെങ്കിൽ അത് വല്ലാതെ ചുളിവുകൾ വീഴും. പിന്നീട് അത് നിവർത്തിയെടുക്കാനായിട്ട് കൂടുതൽ കഷ്ടപ്പെടേണ്ടിയും വരും. കൂടാതെ കൂടുതൽ ദിവസം ഇങ്ങനെ കിടന്നാൽ പൊടി പിടിക്കാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ചെയ്യാം പിന്നെ ചെയ്യാം എന്നു കരുതി തുണികൾ മാറ്റിവെക്കുന്നത് നമ്മളിൽ മടി കൂടാൻ കാരണമാകും. അതാത് സമയത്തെ ജോലി അതാത് സമയത്ത് തീർക്കുന്നതാണ് എപ്പോഴും നല്ലത്. വസ്ത്രങ്ങൾ ഉണങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അല്ലെങ്കിൽ അന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ മടക്കി വെക്കാൻ ഒരു 5-10 മിനിറ്റ് മാറ്റി വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഇതൊരു ശീലമാക്കിയാൽ വീട് എപ്പോഴും ഭംഗിയായി വൃത്തിയായി ഇരിക്കുകയും ചെയ്യും. അടുത്തതായിട്ട് ചെയ്യേണ്ട ഒരു മെയിൻ കാര്യം, നമ്മുടെ വീടിൻ്റെ ഹാളിൽ ഇതേപോലെ ഒരു വാഷ് ബേസിൻ കാണുമല്ലോ. അപ്പോൾ ആ ഒരു വാഷ് ബേസിൻ നമ്മൾ ഡെയിലി ഒന്ന് ക്ലീൻ ചെയ്ത് വിടുവാണെങ്കിൽ നമുക്ക് ഡീപ്പ് ക്ലീനിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരില്ല. നമ്മൾ കൈയും മുഖവും കഴുകാനും പല്ല് തേക്കാനും എല്ലാം ഉപയോഗിക്കുന്നത് വാഷ് ബേസിനാണ്. കൃത്യമായി വൃത്തിയാക്കിയില്ലെങ്കിൽ ഇവിടെ ബാക്ടീരിയകളും ഫംഗസുകളും അതിവേഗം വളരുകയും അതുവഴി വീട്ടിലുള്ളവർക്ക് രോഗബാധ ഉണ്ടാവാൻ സാധ്യതയേറുകയും ചെയ്യും. ഇനി നമ്മൾ അടുത്തതായി ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, വാഷ് ബേസിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ടവല് നമ്മൾ എപ്പോഴും ഇട്ടേക്കും അല്ലേ. ആ ഒരു ടവല് നമ്മൾ 2-3 ദിവസം കൂടുമ്പോൾ തന്നെ ഒന്ന് മാറിക്കൊടുക്കുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബെഡ്റൂമാണ്. നമ്മൾ എണീറ്റ ഉടൻ തന്നെ കർട്ടൻസ് ഒക്കെ ഒന്ന് മാറ്റിയിട്ടിട്ട് ആ ഒരു സൂര്യപ്രകാശം റൂമിലേക്ക് കയറത്തക്ക രീതിയിൽ കുറച്ചു നേരമെങ്കിലും ഒന്ന് കർട്ടൻ മാറ്റിയിടുക. പിന്നെ ബെഡ് നല്ലപോലെ ഒന്ന് വിരിച്ച് വൃത്തിയാക്കി ഇടുക. ബെഡ്ഷീറ്റ് മാറേണ്ട ദിവസമാണെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിക്കൊടുക്കുക. ഇത് കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടും. നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ഈ ക്ലീനിങ് എങ്ങനെയൊക്കെ എപ്പോഴൊക്കെ ചെയ്യണമെന്ന് ഒന്ന് തരം തിരിക്കുക. ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഡെയിലി മുഴുവൻ ക്ലീൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഡെയിലി ചെയ്യേണ്ട കുറച്ച് ഭാഗങ്ങളുണ്ട്. ഇപ്പോൾ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്യുക, അതേപോലെ സിറ്റ് ഔട്ടൊക്കെ ആണെങ്കിലും ഇങ്ങനെയുള്ള സ്ഥലം എന്നും ക്ലീൻ ചെയ്യണം. ബാത്റൂമൊക്കെ 2 ദിവസം കൂടി ക്ലീൻ ചെയ്താൽ മതിയാവും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ടാവും. അത് ഒന്ന് എഴുതി വെക്കുക. ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ ഓരോ ആഴ്ചയിൽ ചെയ്യേണ്ടത്, മന്ത്ലി ചെയ്യേണ്ടത് അങ്ങനെ തിരിക്കുക. എഴുതി വെച്ചിട്ട് അത് നോക്കി നമ്മൾ ചെയ്തു പോകുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. ഇപ്പോൾ ബെഡ്ഷീറ്റൊക്കെ കഴുകേണ്ടത് ആഴ്ചയിൽ മതിയാവും, ഡെയിലി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെയൊന്ന് പ്ലാൻ ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഈസി ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്